പള്ളിയിൽ പോകാൻ റെഡിയായി ഇങ്ങനെ ഇരിക്കുകയാണ്. ഉപ്പായ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഉപ്പാരെ കൂടെ ഇനിയിപ്പോൾ അവർ രണ്ടുപേരും പള്ളിയിലോട്ട് പോകും. അങ്ങനെ ഞങ്ങൾ ചിക്കൻ ഫ്രൈ മറിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞങ്ങളുടെ ഉള്ളിയൊക്കെ ഇവിടെ ഫ്രൈ ആയി വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് എളുപ്പപ്പണി നോക്കിയാണ്. സെപ്പറേറ്റ് വറുക്കാനുള്ള ക്ഷമയില്ല. അതുകൊണ്ട് എളുപ്പപ്പണിയാണ്. ഏതൊരു പെണ്ണുങ്ങളും ഇതാണല്ലോ എളുപ്പപ്പണി നോക്കുക. അതുപോലെ ഞങ്ങൾ എളുപ്പപ്പണി നോക്കിയാണ്. കൂട്ടത്തിലെല്ലാം ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന രീതിക്ക് ഞങ്ങൾ പെട്ടെന്ന് ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ശ്രമമാണ്. മുന്തിരിയും കൂട്ടത്തിലിടുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ ആശാട്ട് ഇതാ ഒരു കഷ്ണം ചിക്കനൊക്കെ എടുത്തുകൊണ്ട് വന്നതാ ഇവിടെ ഇരുന്ന് വിശാലമായിട്ട് പിന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ ഫ്രൈ ചെയ്ത ചിക്കനെല്ലാം ചെയ്യാനുള്ള ചിക്കനെല്ലാം ഫ്രൈ ചെയ്ത് ഇങ്ങോട്ട് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയുള്ള കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ വീട്ടിട്ടുണ്ട്. വീഡിയോ എടുക്കാനായിട്ട് മറന്നു പോയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഈ എണ്ണയിൽ എന്താ ഈ കളറെന്ന് വിചാരിക്കേണ്ട. അത് ഞങ്ങൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ എണ്ണയാണ് ഞങ്ങൾ ആ എണ്ണയാണ് ഉപയോഗിച്ചേക്കുന്നത്. നിങ്ങൾ വോയിസ് കൊടുക്കുന്നത് സൗണ്ട് ചിലപ്പോൾ പ്രോബ്ലം വരും കേട്ടോ. ഞങ്ങൾ മൈക്കൊന്നും ഉപയോഗിച്ചല്ല ഞങ്ങൾ വോയിസ് റെക്കോർഡ് ചെയ്യണത്. അങ്ങനെ ഇവർ 3 പേരും പള്ളിയിലോട്ട് പോവേണ്. പള്ളിയിൽ പോകുന്ന സമയമായപ്പോൾ മഴ. ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു കട കേട്ടോ. കട ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. വാപ്പാര കടയാണ് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങൾ എണ്ണയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉലുവ, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് സവാള അരിഞ്ഞ് വെച്ചിരുന്നത് അത് ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഈ മസാലയ്ക്ക് വേണ്ടിയുള്ള ഉള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് ഉള്ളി ചതച്ചത്, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, ഇതെല്ലാം കൂടെ നമുക്ക് ആ കടായിലോട്ട് ഇട്ട് മിക്സ് ചെയ്യാം. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊരു പച്ച മണം മാറി വരുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്യാം. ഈ എണ്ണയൊക്കെ ഇടുന്നതിനല്ല അതിൻ്റെയൊക്കെ പച്ച മണം മാറി വരും. അതിനുശേഷം നമുക്ക് മസാലയൊക്കെ ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ 2 തക്കാളി കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത അടുപ്പിലോട്ട് നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയുള്ള വെള്ളവും പട്ടയും അരമുറി നാരങ്ങയൊക്കെ പിഴിഞ്ഞ് വെച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മസാലപ്പൊടിയായിട്ട് കറി മസാല, ആവശ്യത്തിന് കുരുമുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഈ പൊടിയെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ മസാലയും മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടെ ഒത്തിട്ട് വറുത്ത് വെച്ചിരുന്ന മസാലപ്പൊടിയാണ് കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. അതിൻ്റെ പച്ചമണം മാറി വരുന്നത് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് 1 ഗ്ലാസ് ചൂട് വെക്കണം. കഴിയിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഇതിൽ നല്ല തിള വരുമ്പം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ അതിലേക്കിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിൽ വെള്ളം ഒഴിക്കുന്ന മുമ്പ് കുറച്ച് തൈരും കൂടെ ഒഴിക്കണം. ഞങ്ങളത് വിട്ടുപോയി. ഇപ്പോൾ അതുകൊണ്ട് ഒഴിക്കുകയാണ്. എന്നിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത്
അപ്പോൾ നമ്മളെ മസാലയിൽ തിളയൊക്കെ വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് തട്ട് ചെയ്യും. നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഞങ്ങളുടെ ബിരിയാണി എല്ലാം സെറ്റായിട്ടുണ്ട്. ബിരിയാണി വയ്ക്കണ വീഡിയോയിൽ നിന്ന് നമ്മൾ നല്ല ഇതല്ലേ വീഡിയോസ് എടുത്തില്ല, ലോങ് ആയി പോകും. അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും ദം പൊട്ടിച്ചിട്ടുണ്ട്. ഒരു വശത്തു നിന്ന് ദം പൊട്ടിച്ച് യോജിപ്പിച്ചെടുക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ബിരിയാണി പാത്രത്തിലോട്ടായിട്ടുണ്ട്. കൂടെ കോമ്പിനേഷൻ സലാഡ്, പപ്പടം. ഞങ്ങളുടെ ബിരിയാണിയൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യണം. അസ്സലാമു അലൈക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.